പണ്ടാറ വെയിലാട്ടോ. വെയിലത്ത് നിന്ന് ചോദിക്കലാണ് ടാസ്ക്. അമ്മോ भैया 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 आपका क्या क्या वर्ड मलयालम में मारू? मैंने उन्ने रंडे शेरी ശരി ഇല്ല പതുക്കെ പോടാ. आपका गाँव किधर है? हमारा गांव कड़ी है. कड़ी കടി. कड़ी कड़ी कलोल. ഹലോ, ഞാൻ നിങ്ങളുടെ ജീൻ. ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടാണ് പല വില്ലേജുകളിലേക്ക് ടൗണുകളിൽ നിന്ന് പോകുന്നതെന്ന് പറയുമ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു അതെങ്ങനെ ഈ ചെറിയ ചെറിയ വില്ലേജുകളിൽ ലിഫ്റ്റ് കിട്ടണേ, അല്ലെങ്കിൽ അത് എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടണമെന്ന് കുറേ പേർക്ക് അത് കാണാൻ കൗതുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാനൊരു 30 കിലോമീറ്റർ ദൂരത്തേക്ക് അഹമ്മദാബാദിൽ നിന്ന് പോകുന്നുണ്ട്. അത് ലിഫ്റ്റ് അടിച്ച് പോകാമെന്ന് വെച്ചു. അതൊരു വില്ലേജാണ്. അവിടെ കുറേ കൃഷി ഇടങ്ങളുണ്ട്. അത് ഇപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മാപ്പിൽ നോക്കി ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഒരു ഐഡിയ ഇല്ല, ഒരു പ്ലാൻ ഇല്ല. ആൻഡ് ഞാൻ പോകുന്നത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്താണ്. ആൻഡ് ഇവിടെ അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡാണ്. അവിടെ നിന്ന് നമുക്ക് ലിഫ്റ്റ് അടിച്ച് നോക്കാം. ഇങ്ങനെയാണ് ഞാൻ ലിഫ്റ്റ് റോഡിൽ അടിക്കാറില്ല. ഞാൻ കാണിച്ചു തരാട്ടാ. Let's go. 5, 4, 3, 2, 1. Here we go. കിട്ടണില്ലല്ല. ബൈക്ക് വരണം, ഓട്ടോ വന്നിട്ട് നമുക്ക് കാര്യമില്ല. വരുന്നില്ല. Ready, set, go. പണ്ടാറ വെയിലാട്ടോ. വെയിലത്ത് നിന്ന് ചോദിക്കലാണ് ടാസ്ക്. അമ്മോ ഭയ്യാ ഭയ്യാ ഭയ്യാ. നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഭയ തോടാ ദൂർ ഐ ഹാവ് ടു ട്രാവൽ 30 किलोमीटर. निकोला से रास्ता हो तुम्हारा? निकोला आएगा अभी. हाँ रास्ता पता है आपको? हाँ. സോ ഫസ്റ്റ് വണ്ടി കിട്ടിയിട്ട് കുറച്ച് ദൂരത്തേക്കാന്ന് തോന്നുന്നു, അറിയില്ല. Ready, set, go. സത്യത്തിൽ ആദ്യത്തെ പണി പാളിപ്പോയി. 1 കിലോമീറ്റർ തികച്ചുണ്ടായില്ല. ഇതിപ്പോൾ അടുത്ത വണ്ടി കിട്ടി. ആൻഡ് അത് 1 കിലോമീറ്റർ തികച്ചിട്ടായില്ല. അടുത്ത് നമ്മൾ എത്ര ദൂരം പോകുന്നു നോക്കാം. സോ 2 വണ്ടിയും ആ ഒരു 2 കിലോമീറ്ററോളം നമ്മൾ പോയിട്ടുള്ളൂ. ഇനി 28 കിലോമീറ്ററോളം നമുക്കിനി പോകാണ്ട്. ആൻഡ് ഒരു 4-5 കിലോമീറ്ററൊക്കെ വണ്ടി കിട്ടിയാലാണ് നമുക്ക് അതിൻ്റെ രസമുള്ളൂ. അടുത്ത വണ്ടി കിട്ടുമോ നോക്കാം. സമയം ഏതാണ്ട് 11:30 ആയിട്ടുണ്ട്. വെയിലത്ത് നിന്നിട്ടേ ഭയങ്കര വെള്ളം ദാഹം. ബോഡി ആകെ ഡീഹൈഡ്രേറ്റ് ആയി പോവാ. ഇതാണ് ഇറ്റടിക്കുമ്പോഴുള്ള രസം. വിചാരിച്ച പോലെ വണ്ടി കിട്ടിയില്ലാന്ന് വരും. അടുത്ത വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കാണ്. കുറച്ച് ലോങ് വണ്ടികൾ കിട്ടിയാൽ നമുക്ക് ഗുണമുള്ളൂ. അതാണ് പ്രശ്നം. 2 ഇതാ മൈക്ക്, അത് ചാവുത്ര നേരം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ എത്തിയാൽ മതിയായിരുന്നു. പണ്ട അയ്യോ. നമുക്കവിടെ നിന്നിട്ടൊന്നും വണ്ടി കിട്ടുന്നില്ല. നിന്നാ നിൽപ്പുണ്ടാവുള്ളൂ. ഒന്ന് നടന്നു നോക്കാം, ഏതെങ്കിലും വണ്ടി കിട്ടിയാലോ. അയ്യോ, വെയിലും കൊണ്ട് എൻ്റെ കഴുത്തൊക്കെ ടാനടിച്ചൊരു വഴിയായി. 3ാമത്തെ വണ്ടിയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാതെ രീതിയിലുള്ള വണ്ടി കിട്ടുക. ക്യാമറ ചൂട് കൂടി ഓഫ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ലാഭത്തിൽ ലിഫ്റ്റ് കിട്ടി. എത്ര ദൂരം ഉണ്ടോ എന്ന് ഐഡിയ ഇല്ല. ഓറഞ്ച് ചേട്ടൻ എങ്ങനെ ഇത് 3ാമത്തെ വണ്ടി. Ready, set, go. 5, 4, 3, 2, 1. അങ്ങനെ അടുത്ത വണ്ടിയും കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ 3 വണ്ടി കയറിയിട്ട് നമ്മൾ 4 കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് ടൗൺ ആയ കാരണം എല്ലാം അടുത്തടുത്തേക്കാണ് പോകുന്നത്. ദൂരത്തേക്ക് വണ്ടികൾ കിട്ടുന്നില്ല. ആൻഡ് ഇന്ന് ചില ദിവസങ്ങൾ വളരെ അണ്ടയ്ക്കാണ്, തീരെ കിട്ടുന്നില്ല യൂഷ്വൽ കിട്ടുന്നതൊക്കെ.
ആൻഡ് ഇത് എത്ര ദൂരം ഉണ്ടാവും അറിയില്ല. നമുക്ക് ഇനി 26 കിലോമീറ്റർ ദൂരെ പോകണേ. हाय मैं चांसर जा रहा है. हाँ? चांसर कानखेड़ा चांगड़ा. अच्छा आओ 30 किलोमीटर इधर से अच्छा घूमने के गाँव देखने के. मैंने 2 साल काम किया कल्याण ज्वेलर्स में. किधर? केरला. केरला, तमिलनाडु, आंध्र प्रदेश. हाँ केरला से किधर? केरला त्रिशूर. त्रिशूर. हाँ. मैं भी त्रिशूर है. फिर जोयालुका. ജോയാലുക്കാസ്. മാലു നമ്മുടെ കേരളത്തിലൊക്കെ വന്നിട്ടുള്ള കേരള കൈസാ ഭയ്യ? अच्छा है. मैं केरला 1 महीना रहा था वहाँ पे. केरला 1 महीना रहा था मैं. 1 month. 1 month. केरला कैसा है? अच्छा अच्छा थैंक यू भैया. आप कितना साल केरला में वर्क कर दिया? मैं केरला में टोटल तो मैंने कल्याण ज्वेलर्स और जोयालुकास में 5 years काम किया है. 5 ईयर. हाँ 5 ईयर पूरा केरला. और तो केरला में 5 years नहीं, केरला में अराउंड 2 महीना रहा गया मैं. 2 months. 2 महीना. विजयवाड़ा, ओके. बॉम्बे, गुजरात, पूरा इंडिया. पूरा साउथ इंडिया. हाँ पूरा. और कोलकाता गया. पूरा ब्रांच हमारा ट्रांसफर जॉब रहता है ज्वेलरी में. एंड इधर केरला फूड मिला? हाँ यहाँ केरला फूड थोड़ा ढूंढने में मिल जाएगा आपको. केरला फूड मिल जाएगा पूरा. मिला है. मैं आज इडली खा रहा है. अच्छा इडली खाया. इडली हमारा मॉर्निंग नाश्ता रहता है. अच्छा रहता है. यहाँ सब जगह इडली अच्छा मिलता है आपको. टेस्ट किया आपने ना इडली? टेस्ट अच्छा है बट सॉफ्ट नहीं है. अच्छा सॉफ्ट नहीं, हार्ड. आप शाम को आएगा इधर कुड़िया नगर तो वहाँ अच्छा मिलता है. वो आंध्र प्रदेश का इडली का. आंध्र प्रदेश की इडली. हाँ ट्राई करेंगे. ചേട്ടൻ ഐസാണോ? ചേട്ടൻ മൊത്തം മലയാളത്തില് आपका क्या क्या वर्ड മലയാളം में മാरू? मैंने 1 2 3 4 ശരി ശരി ഇല്ല. ചേട്ടൻ കുറെ മലയാളം വേർഡ്സ് അറിയാം. നമ്മുടെ നമ്പേഴ്സ് ഒക്കെ ചേട്ടൻ അറിയാം. 1 2 3 നമ്പറൊക്കെ അറിയാം. ചേട്ടൻ ഐസാ. Nice talking with you. See you. Bye. चलो मिलना अभी जाएगा उधर. गिरा आज नाइट. ओके बाय. See you. मेरा नंबर ले लो. कभी काम हो तो कुछ कॉल करना. ഓക്കെ. പുള്ളി നൈസായിരുന്നു കേട്ടോ. പുള്ളി നമ്മളെ ഏതാണ്ട് 26 കിലോമീറ്ററോളം എത്തിച്ചിട്ടുണ്ട്. അതായത് ഇനി 20 കിലോമീറ്റർ നമുക്ക് പോയാൽ മതി. അതെന്തായാലും കാര്യമായി. ആളുടെ നമ്പറും കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാലോ. പതുക്കെ പോടാ. ലവൻ എന്നെ കൊന്നില്ലാന്നേ ഉള്ളൂ. എന്റെ പണ്ടാറമേ 10-80 സ്പീഡിൽ പെട്ടച്ച് വിടാണത്. എനിക്ക് ക്യാമറ ഒന്നും പൊക്കാൻ പോലും അവൻ സമയം തന്നില്ല. അയ്യോ. പക്ഷെ ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ ഞാൻ 80-നും മേലൊക്കെ ഞാൻ പോകാറുണ്ട്. പക്ഷെ അപ്പോഴും നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഹെൽമെറ്റ് വയ്ക്കാതെ 80-നും മേലെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കാറ്റ് ഡ്രാഗ് അടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവൻ എന്നെ ഒരു 10 കിലോമീറ്റർ കൂടി ആക്കി തന്നു. മറ്റേ ജിത്തു ചേട്ടൻ നമ്മളെ ഏതാണ്ട് 6 കിലോമീറ്ററും ഇവനൊരു 10-16 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്തു. ഇനി എത്ര ഡിസ്റ്റൻസ് നോക്കാവേ. ജസ്റ്റ് 13 കിലോമീറ്റർ തന്നെ ഉള്ളൂ. കാണാണ്ടോ 13 കിലോമീറ്റർ ഉള്ളൂ. ആൻഡ് അത് നൈസായില്ലേ. അത് നമുക്ക് പിടയ്ക്കാം. അപ്പൊ നമ്മൾ വിചാരിച്ച സമയത്തേക്ക് പെട്ടെന്ന് എത്തി. ഇപ്പൊ 12:30 സമയം കാണാനുണ്ടോ? 12:30 ആയിട്ടുള്ളൂ. വി ഹാവ് ടൈം. ഓടോ ഓട്ടോ പട്ടി വിളിക്കും. കിട്ടി മക്കളെ, കിട്ടി. തോള ദൂ चांसर इधर 10 किलोमीटर इधर से. ये उतार रहे हो? उतार रहे हो? मैं केरला से आया. केरला से आया? एक ब्लॉग करने के. चांसर इधर है 10 किलोमीटर के. हाँ चांसर. थोड़ा गांव देखने के, गांव और कृषि. आपका नाम?
ഗുരുദേശ് ഓ ഹിതേഷ് ഓക്കെ. അടുത്തും കിട്ടി ഇത് എണ്ണൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ, ഞാൻ എണ്ണ അടിയിൽ കൊടുക്കാം. आप कितना दूर है इधर से सीधे? 10-12 किलोमीटर. 10-12 किलोमीटर है. ओके. आपका गांव किधर है? हमारा गांव कड़ी है. कड़ी कलोल. कड़ी कलोल सीधे है? नहीं, बहुत दूर है, अलग है. और इधर क्या क्या कृषि है? कृषि यहाँ घूमने जैसा है? घूमने जैसा बोल रहे हो? हाँ. और कृषि मतलब फार्मिंग. मैं समझ नहीं रहा हूँ. कृषि फार्मिंग लाइक कॉर्न. घूमने जैसा बोल रहे हो आप? घूमने का ही बोल रहे हो ना? घूमने के नहीं भैया, कृषि मैंगो और टोबैको. वाड़ी वाड़ी. हाँ, क्या क्या है इधर? बहुत वाड़ी है. आंबा की है, चीकू की है, वाड़ी बहुत सारी है. ओके. खेती रहती है बहुत. ആ ഉദർ നോക്കാം. പുള്ളിക്ക് ഹിന്ദി വലിയ ഐഡിയ ഇല്ല, എനിക്കും ഹിന്ദി വലിയ ഐഡിയ ഇല്ല. പിന്നെ സെയിം ആ മേടിച്ച. താങ്ക് യു. ओके. ബൈ. നമ്മൾ 12:45 30 കിലോമീറ്റർ ദൂരം എത്തി. കണ്ടോ മക്കളെ, അങ്ങനെ നമ്മൾ 30 കിലോമീറ്ററിന് മേലെയാണ്, 30-32 കിലോമീറ്റർ ദൂരം നമ്മൾ 1.5 മണിക്കൂർ എത്തി. സമയം ഇപ്പോൾ 12:43 കാണാൻ പറ്റുന്നുണ്ടോ? 12:43. ആൻഡ് ഈ വീഡിയോ എടുത്തത് ചുമ്മാ ഇതെൻ്റെ ഡെയിലി റുട്ടീനാണ്, ലിഫ്റ്റ് അടിച്ച് പോകാന്നുള്ളത്. പക്ഷെ കുറേ പേരുടെ ഡൗട്ടാണ് എങ്ങനെ ലിഫ്റ്റ് അടിക്കാം എന്ന് ചോദിക്കുന്നത്. ആൻഡ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ചാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിലാണ്. ടൗൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗണാണ്, വളരെ ചെറിയൊരു ടൗൺ, ഒരു വില്ലേജ് എന്നൊക്കെ പറയാം. ആൻഡ് ഇവിടെ ആലു ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയിൽ കുറേ ആലു കൃഷി ചെയ്യുന്നത് കണ്ടു. ആൻഡ് പറ്റിയാൽ അതിലേതെങ്കിലും ഒരു കൃഷി നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ആൻഡ് ഈ വീഡിയോ ജസ്റ്റ് വളരെ സിമ്പിളാണ്, എങ്ങനെയാണ് നമ്മൾ ലിഫ്റ്റ് അടിക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചതെന്ന് മാത്രം. ഇനി നമ്മളൊരു റെക്കോർഡ് പോലെ, എൻ്റെ ഒരു പ്ലാൻഡ് റെക്കോർഡ് പോലെ നമ്മൾ ഒരു ദിവസം ഇത്ര മണിക്കൂർ എത്ര ദൂരം പോയി. ഇതിപ്പോൾ 1.5 മണിക്കൂറോണ്ട് നമ്മൾ ഏതാണ്ട് 30-32 കിലോമീറ്റർ വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 1 മണിക്കൂറോണ്ട് ബൈക്കിലോ അല്ലെങ്കിൽ കാറിൽ ഇറക്കി പോകുന്നത് 1.5 മണിക്കൂറേ കൂടിയിട്ടുള്ളൂ. ബസ് കാത്ത് നിൽക്കണ്ട, കുറച്ച് വെയിൽ കൊള്ളണം എന്ന് മാത്രം. ഓക്കെ, എനിവേ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റെക്കോർഡ് ഇടുന്നൊരു കോണ്ടന്റ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് ഇവിടെ എന്തൊക്കെ വില്ലേജിലെ വിശേഷങ്ങൾ എന്ന് നമുക്ക് നോക്കി നോക്കാം. ആൻഡ് അണ്ടിൽ ദെൻ ബൈ.